അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. യു ആർ വെൽക്കം ബാക്ക് ടു യൂത്ത് ആൻഡ് വേൾഡ് ചാനൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ ഇവർ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്ലാമിനെ ആക്രമിക്കാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വളരെ പ്രാചീന കാലം മുതൽക്ക് തന്നെ യുക്തിവാദികളുടെ കടന്നാക്രമണം നേരത്തെ ഇസ്ലാമിലുണ്ടായിട്ടുണ്ട്. ഹസ്രത്ത് അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുമായി ഒരു നിരീശ്വരവാദി ചോദിച്ച ചോദ്യങ്ങളും അവയ്ക്ക് ഹസ്രത്ത് അബൂ ഹനീഫ റളിയല്ലാഹുവിന് കൊടുത്ത മറുപടിയുടെ ലളിതമായ രൂപവുമാണ് ഇന്ന് നാം വീഡിയോയിൽ കൈകാര്യം ചെയ്യുന്നത്. യുക്തിവാദിയുടെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ദൈവം ഏത് വർഷത്തിലാണ് ജനിച്ചത് എന്നാണ്. ഹസ്രത്ത് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത മറുപടി, ഞങ്ങളുടെ ദൈവം അല്ല, ലോകത്തിൻ്റെ നാഥൻ ഒരിക്കലും തന്നെ ജാതനോ അല്ലെങ്കിൽ ജാമാതാവോ അല്ല, ഒരിക്കലും ജനിച്ചവനോ ജനിപ്പിക്കുന്നവനോ അല്ല. അങ്ങനെയെങ്കിൽ അവർക്ക് മാതാവും പിതാവും ഉണ്ടാകും, മറ്റു പലതും ഉണ്ടാകും. അങ്ങനെയുള്ളൊരു സങ്കല്പം ഒരിക്കലും തന്നെ, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം ഒരിക്കലും തന്നെ ദൈവത്തിന് അനുപേക്ഷണീയമല്ല. അങ്ങനത്തെ ഒന്നിനെ ദൈവമായിട്ട് സ്വീകരിക്കാനും പറ്റില്ല. അതല്ല ഒരിക്കലും ഞങ്ങളുടെ ദൈവം. യുക്തിവാദിയുടെ അടുത്ത ചോദ്യം, എങ്കിൽ ദൈവം ജനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഏത് വർഷത്തിലാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ദൈവം ഉണ്ടായത്? ദൈവം ഉണ്ടായതിന് ഒരു തുടക്കമില്ല. ദൈവം അനാദിയാണ്. കാലങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇവിടെ ഉണ്ട്. കാലം ഉണ്ടാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പണ്ടേ ഉണ്ടാകുക എന്നുള്ളത് എങ്ങനെയാണത് എന്ന ചോദ്യത്തിന് വീണ്ടും അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറയാണ്, 3 എന്ന സംഖ്യ എടുക്കൂ. 3ന്റെ മുമ്പ് 2 ആണ്, 2ന്റെ മുമ്പ് 1 ആണ്, 1ന്റെ മുമ്പ് ഒന്നുമില്ല. ഇങ്ങനെയായിരിക്കെ ആ അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല ആരും, അവൻ സ്വയം ഉണ്ടായവനാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഈ സംഖ്യയും അണ്ടകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എന്താണ് പിന്നെ ഇവിടെ നമുക്ക് സംശയിക്കാനുള്ളത്? യുക്തിവാദിയുടെ അടുത്ത ചോദ്യം, നിങ്ങളുടെ അള്ളാഹു ഏത് ഭാഗത്താണ് ഉള്ളത്? അവൻ സമ്പന്നരിലേക്ക് മാത്രം നോക്കുകയാണോ, പാവപ്പെട്ടവരിലേക്ക് നോക്കുകയാണോ? അതല്ല, അവൻ ആരെയാണ് അവർക്കിഷ്ടം, ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്? ഈ ചോദ്യത്തിന് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറയാണ്, ഒരു ഇരുട്ടുള്ള ഭൂമിയിൽ നിങ്ങൾ ഒരു പ്രകാശം കൊണ്ടുപോയി വെക്കുന്നു, ഒരു വിളക്ക് കത്തിച്ചു വെക്കുന്നു. ആ വിളക്കിന്റെ പ്രകാശം ആ റൂം മുഴുവൻ പരക്കുന്നത് പോലെ ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളുടെയും മുന്നിലേക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടി, അള്ളാഹുവിൻ്റെ നോട്ടം, അള്ളാഹുവിൻ്റെ ശ്രദ്ധ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു വിളക്കിനെ സംബന്ധിച്ച് നമുക്ക് കാഴ്ചയിൽ, അനുഭവത്തിൽ കാണാൻ കഴിയുമെങ്കിൽ ഈ ലോകത്തിൻ്റെ നിയന്താവിൻ്റെ കാര്യം നമുക്ക് ചിന്തിക്കുന്നതിന് എന്താണ് പ്രയാസമുള്ളത്? യുക്തിവാദിയുടെ അടുത്ത ചോദ്യം, അപ്പോൾ നിങ്ങളുടെ ദൈവം ഖരമാണോ, വാതകമാണോ, ദ്രാവകമാണോ? ഹസ്രത്ത് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു ജീവനുള്ള മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അറിയുമോ? അറിയും. എന്താണത്? അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ അങ്ങനെ മരിക്കുമ്പോൾ ജീവൻ എന്ന സംഗതി അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഖരമായിരുന്നോ, ദ്രാവകമായിരുന്നോ, വാതകമായിരുന്നോ? അത് എന്താണെന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ അതെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ നമ്മുടെ ആത്മാവിനെ പറ്റി പോലും നമുക്ക് പറയാനോ നമുക്ക് ഉൾക്കൊള്ളാനോ കഴിയില്ല എങ്കിൽ പിന്നെ ഈ ആത്മാവിനെ പടച്ച തമ്പുരാൻ, ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവിനെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ എങ്ങനെയാണ് സാധിക്കുക? യുക്തിവാദിയുടെ അടുത്ത ചോദ്യം, ദൈവം ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഹസ്രത്ത് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്, എങ്കിൽ ഒരു ഗ്ലാസ് പാല് കൊണ്ടുവരൂ. പാല് കൊണ്ടുവന്നു. ഈ പാല് കൊണ്ടുവന്നിട്ട് ഇതിൽ വെണ്ണയുണ്ടോ ഇല്ലേ? യുക്തിവാദി പറഞ്ഞു, വെണ്ണയുണ്ട്. എവിടെയാണ് വെണ്ണയുള്ളത്? വെണ്ണ ഈ പാലിൽ എല്ലായിടത്തുമുണ്ട്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തുമുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ഒരു ഗ്ലാസ് പാലിൻ്റെ അവസ്ഥ പോലും ഇങ്ങനെയാണെങ്കിൽ ഈ പാലിനെയും അണ്ടകടാഹങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഈ ചോദ്യത്തിന് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത്? ആ സൃഷ്ടാവിന് ഒരിടം അന്വേഷിക്കുന്നത് അത്ഭുതമല്ലേ? യുക്തിവാദിയുടെ അടുത്ത ചോദ്യം, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ
പിന്നെ അവർക്ക് അറ്റമില്ലാത്ത ജീവിതമാണല്ലോ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതെ, എങ്കിൽ തുടക്കമുണ്ടായ ഒന്നിന് എപ്പോഴും അറ്റം വേണ്ടേ, അവസാനം വേണ്ടേ? അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ യുക്തിവാദി ചോദിച്ചു അതെങ്ങനെയാണ്? 1 മുതൽക്ക് ഒരു സംഖ്യ തുടങ്ങുന്നു, 1, 2, 3 അങ്ങനെ സംഖ്യ തുടങ്ങുന്നു. പിന്നെ അത് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും അതിലുപരി മില്യണും ബില്യണുമായി തീരുമ്പോൾ അതിനെവിടെയാണ് നമുക്ക് അവസാനം നിശ്ചയിക്കാൻ കഴിയുക? ഇങ്ങനെയാണ് സ്വർഗാവകാശികളും. അവർക്ക് തുടക്കമുണ്ടെങ്കിലും ഒടുക്കമില്ല. സ്വർഗാവകാശികൾ സ്വർഗത്തിൽ ഇഷ്ടം പോലെ കുടിക്കുകയും ഭുജിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളെ ഗ്രന്ഥങ്ങൾ പറയുന്നു. അതോടുകൂടെ തന്നെ നിങ്ങളുടെ ഗ്രന്ഥം പറയുന്നു അവിടെ കാഷ്ടിക്കലോ മൂത്രിക്കലോ വിസർജിക്കലോ ഇല്ല എന്ന്. ഇതെങ്ങനെ ശരിയാവും? ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് വിസർജിച്ചു പോകണ്ടേ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയാണ് അതെങ്ങനെയെന്നോ, നാം എല്ലാവരും നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ 9ഉം 10ഉം മാസം ജീവിച്ചു വന്നവരാണ് അല്ലേ? അതെ. അങ്ങനെ നമുക്ക് ആവശ്യമായ ഭക്ഷണവും പാനീയവും പോഷകങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിട്ടാണ് നാം വലുതായി 2.5, 3, 4 കിലോ ഉള്ള വെയിറ്റുള്ള കുഞ്ഞായിട്ട് പുറത്തു വരുന്നത്. അതെ, എങ്കിൽ ആ 8, 9, 10 മാസക്കാലം നാം ഒരിക്കലും തന്നെ ഉമ്മയുടെ വയറ്റിൽ വിസർജിച്ചില്ല. പക്ഷേ ഇഷ്ടം പോലെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടായി? ആ റബ്ബിന് ഇത് നടക്കുമല്ലോ. യുക്തിവാദികളാണ്, നിരീശ്വരവാദികളാണ് എന്ന് പറഞ്ഞിട്ട് വലിയ പോയത്തങ്ങളുടെ വർത്തമാനം പറയുന്നതിന് വലിയ വലിയ പണ്ഡിതന്മാർ, അഗ്രേസന്മാരായ ഇമാമുകൾ അവരുടെ വലിയ യുക്തി ഉപയോഗിക്കുമ്പോൾ ഇവരുടെ യുക്തി നിഷ്പ്രഭമാകുന്നു, ഒന്നുമല്ലാതെയായിത്തീരുന്നു. ഇവരുടെയൊക്കെ ചരിത്രങ്ങളും സംഭവങ്ങളും മറുപടികളുമൊക്കെ പഠിച്ച് പരിശുദ്ധമായ ദീൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.